ട്രെയിലർ വന്നപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ നിന്നിരുന്ന ഒരു സിനിമയാണ് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ നായകനാവുന്ന പള്ളിച്ചട്ടമ്പി. വിഷു റിലീസായിട്ടാണ് ചിത്രം എത്തിയത്. പ്രതീക്ഷിച്ച പോലെ തിയേറ്ററിലും നിരാശയാണ് ചിത്രം സമ്മാനിക്കുന്നത്. 1950കളുടെ അവസാന സമയമാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലമായിട്ട് വരുന്നത്. EMS മുഖ്യമന്ത്രിയായിരുന്ന സമയം, കമ്മ്യൂണിസ്റ്റ് ഭരണകാലം, രാഷ്ട്രീയ കോലാഹലങ്ങൾ, വിമോചന സമരം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കഥയിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലപ്പഴക്കമുള്ള കഥയാണ് എന്നതുകൊണ്ട് തിരക്കഥയ്ക്ക് ഇത്രയധികം പഴക്കം തോന്നിപ്പിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിന് ഇത്രയധികം പഴക്കം കൊണ്ടുവരേണ്ടതുണ്ടോ? എന്തെങ്കിലും പുതുമയോടുകൂടി ഇന്നത്തെ സിനിമ അവതരിപ്പിക്കുന്ന രീതിയിൽ ആ കഥയെ പറഞ്ഞു വെക്കരുതായിരുന്നോ? അതൊക്കെയാണ് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് തോന്നാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒരുപാട് പഴക്കം തോന്നിക്കുന്ന സ്ക്രിപ്റ്റ് അവതരണ രീതിയാണ്. ഏതൊരു സീൻ എടുത്ത് നോക്കിയാലും വളരെ പ്രെഡിക്റ്റബിൾ ആണ്. സ്റ്റേജിൽ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ പീരിയോഡിക് ടെലി സീരിയലുകൾ കാണുന്ന പോലെയോ ഒക്കെ മാത്രമേ പള്ളിച്ചട്ടമ്പയെ നമുക്ക് അനുഭവപ്പെടുള്ളൂ തിയേറ്ററിൽ. കൃഷ്ണൻകുട്ടി എന്ന പോത്തൻ ക്രിസ്റ്റഫർ എന്ന കഥാപാത്രമായിട്ട് വരാൻ ടോവിനോ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ആ കഥാപാത്രത്തിലേക്ക് ആ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഒരുപാട് മാനറിസങ്ങൾ അദ്ദേഹം പുതിയതായിട്ട് ഇതുവരെ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അദ്ദേഹം ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കഥയിലുള്ള പഴക്കും തിരക്കഥ മോശമായതുകൊണ്ടും ടോവിനോയുടെ കഥാപാത്രം ഒരു രീതിയിലും വർക്കായിട്ടില്ല. ആക്ഷൻ രംഗങ്ങളിൽ കാന്താരയിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പോലത്തെ തെയ്യക്കോലത്തിൽ നിന്നും ആക്ഷൻ സീനിലേക്ക് മേർജ് ചെയ്യുന്ന ക്രോസ് കട്ടിങ് എഡിറ്റിംഗ് ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഗംഭീരമായിട്ട് പാളിപ്പോയിട്ടുണ്ട്. ആക്ഷൻ ത്രില്ലർ എന്ന് അവകാശപ്പെടുമ്പോഴും വൃത്തിക്ക് ഒരു ആക്ഷൻ സീൻ പോലും നമുക്ക് പള്ളിച്ചട്ടമ്പയിൽ നിന്ന് കാണാനില്ല. അവസാന ഭാഗത്തെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ ക്യാമറയിൽ പ്രത്യേകമായി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം മേക്കിങ്ങിൽ പാളിപ്പോയതിനാൽ ആ സിനിമയിൽ അതൊന്നും ഏൽക്കാത്ത പോലെയാണ്. 2022 19ാം നൂറ്റാണ്ടിലൂടെ കയാടു ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത്. ഈ 4 വർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ആ ഒരു മൈലേജിനോട് യാതൊരുവിധ നീതിയും പുലർത്താത്ത ഒരു കഥാപാത്രമാണ് പള്ളിച്ചട്ടമ്പയിലെ റബേക്ക. അവരുടെ ഇൻട്രോ സീൻ മുതൽ ലിപ്സിംഗ് കൊണ്ടും ഡബ്ബിംഗ് കൊണ്ടും വളരെ മോശമാണ് കയാടുവിന്റെ കഥാപാത്രം. ഏത് വിഭാഗം എടുത്തു നോക്കിയാലും മെച്ചമെന്ന് പറയാനൊന്നുമില്ല.